നല്ല പടമായിരുന്നല്ലേ? പക്ഷെ എനിക്ക് മറ്റേത് കാണണമെന്നായിരുന്നു, വിനീത് ശ്രീനിവാസന്റെ പടം. പക്ഷെ അത് കാണാൻ പോകണ്ടായിരുന്നു. അതല്ല, നിന്റെ അമ്മയ്ക്ക് ഈ ആടുജീവിതം കാണണമെന്ന് പറഞ്ഞ് അത് കൊണ്ടുപോയി കാണിച്ചു. അമ്മയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം. അല്ല, അമ്മയ്ക്ക് ഇത് കാണണമെന്നും പറഞ്ഞായിരുന്നു. ഇന്നലെ പറഞ്ഞില്ല ഇതല്ലെങ്കിൽ അത്. അമ്മ എൻ്റെ അടുത്ത് പറയട്ടെ, ഇനിയിപ്പോ അമ്മയ്ക്ക് അത് കാണണമെന്ന് പറഞ്ഞാൽ നാളെ നമ്മൾ പോകും ആ സിനിമയ്ക്ക്. വിനീത് ശ്രീനിവാസന്റെ സിനിമ കാണാനും പോകും. അതെവിടെ വേണേലും പോയി കാണാം. ഇപ്പൊ ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നല്ലേടി. ഇതൊക്കെ കൊണ്ട് കാണിക്കുമ്പോ അല്ലേ ഒരു റിലാക്സേഷൻ ഒക്കെ ഉണ്ടാവും അമ്മയ്ക്ക്. ഞാനല്ലാതെ പിന്നെ ആര് കൊണ്ടുപോയി? അമ്മ പറയട്ടെ, അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞാലേ ഞാൻ കൊണ്ടുപോകുള്ളൂ. ഡാഡി ഇനി പാർട്ടി ഓഫീസിലൊന്നും പോകണ്ട. ഡാഡി ഇവിടെ ഉള്ളപ്പോഴാണ് അമ്മയ്ക്ക് സന്തോഷം. വീട് മൊത്തം ഇപ്പോഴേ ഭയങ്കര കളർഫുള്ള്, നല്ല രസമുണ്ടായിരുന്നു ഈ 2 ദിവസം. ഞാനത് ആലോചിച്ചു. ഇനി ഞാൻ പാർട്ടി ഓഫീസിൽ എന്തെങ്കിലും ആവശ്യം, അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രമേ പോകും. ഞാൻ ഇവിടെ തന്നെ കാണും. അതിന്റെ ആവശ്യമുള്ളൂ. പിന്നെ അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ എപ്പോഴും ഒരാള് വേണമല്ലോ കൈത്താൻ സഹായമായിട്ട്. ഇനിയിപ്പം നിന്റെ സ്കൂളിലെ ഫ്രണ്ട്സോ സാറന്മാരാരെങ്കിലും ചോദിച്ചാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണ ആരാന്ന് വെച്ചാൽ ഡാഡിയാണെന്ന് അന്തസ്സായിട്ട് പറയാമല്ലോ നിനക്ക്. അതിപ്പോ ഡാഡി നോക്കിയില്ലേ ഞാനല്ലേ പറയൂ. തങ്കം മേലെ കഴിയോ? കുളിച്ചാ? പോയി കിടക്ക് മുത്തേ. തുടക്ക് തലയിലെ വെള്ളം നിന്നാണ്ടല്ലോ, അത് പ്രശ്നമാവും. മുത്തേ പോയി കിടക്ക്. അല്ല ഇതേ ഡാഡിക്ക് ഭയങ്കര വേദനയാണ്, കുറച്ച് ഇപ്പൊ തുടങ്ങിയല്ലോ കുറച്ചൊന്നും. അല്ല ഇപ്പൊ വേദന ഇച്ചിരി മാറി. പോയോ? മുത്ത് പോയി കിടന്നോ? കുഴപ്പമില്ല. നാളെ തിരുമാൻ പോയി കിടക്ക് വെച്ചേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം, മഞ്ഞത്തുള്ളികൾ. തങ്കം തലവേദനയാ? നിങ്ങളുടെ മനസ്സിലാരാ? നിങ്ങളുടെ മനസ്സിൽ ആരോ ഉണ്ട്. അതാ നിങ്ങൾ പതിവില്ലാത്ത വിധത്തിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 19 കൊല്ലായി ക്ലീറ്റോ. ഇതുവരെ നിങ്ങൾ സാരി പോയിട്ട് ഒരു തൂവാൽ എനിക്ക് മേടിച്ചു തന്നിട്ടുണ്ടോ? ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തന്നിട്ടുണ്ടോ? ഞാൻ പറയാതെ എന്തെങ്കിലും ഒരു ദിവസം കടയിൽ പോയിട്ടുണ്ടോ നിങ്ങൾ? ഇപ്പൊ നിങ്ങൾ ഒന്നും പറയാതെ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാ? എന്നോട് സുലു ചേച്ചി പറഞ്ഞു. ആണുങ്ങളുടെ മനസ്സിൽ വേറെ പെണ്ണുങ്ങൾ കയറുമ്പോഴാണ് വീട്ടിൽ വന്നിങ്ങനെ അധികം സ്നേഹവും പ്രകടനങ്ങളൊക്കെ കാണിക്കണമെന്ന്. തൊട്ടുപോരുത്. അവൾ ആരാണെന്ന് കൃത്യമായിട്ട് എന്റെ അടുത്ത് തെളിവ് സഹിതം തന്നില്ലെങ്കിൽ തങ്കത്തിന്റെ വേറൊരു മുഖം നിങ്ങൾ കാണും.